الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد സൂറത്തുൽ അൻആമിലെ അവസാനത്തെ ആയത്തായ 165-ാമത്തെ ആയത്താണ് നമുക്ക് മനസ്സിലാക്കാൻ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وهو الذي جعلكم خلائف الأرض ورفع بعضكم فوق بعض درجات ليبلوكم فيما آتاكم إن ربك سريع العقاب وإنه لغفور رحيم. وهو الذي جعلكم അവനാകുന്നു നിങ്ങളെ ആക്കിയവൻ, നിശ്ചയിച്ചവൻ, ഖലായിഫൽ അർളി ഭൂമിയിലെ പ്രതിനിധി, വറഫഅ ബഅലക്കും നിങ്ങളിൽ ചിലരെ ഉയർത്തി, വറഫഅ ബഅലക്കും നിങ്ങളിലെ ചിലരെ ഉയർത്തി, ഫൗഖ ബഅലിൻ ചിലരെക്കാൾ ചിലരുടെ മീതെ, ദർജാത്തിൻ പദവികൾ തട്ടുകൾ, ലിയബ്ലുവക്കും അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, ഫീമാ ആതാക്കും അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ, ഇന്ന റബ്ബക തീർച്ചയായും താങ്കളുടെ രക്ഷിതാവ്, സരീഉൽ ഇഖാബ് ശിക്ഷയിൽ വേഗതയുള്ളവനാണ്, ശിക്ഷയുടെ കാര്യത്തിൽ വേഗത കാണിക്കുന്നവനാണ്. വ ഇന്നഹു തീർച്ചയായും അവൻ ലഗഫൂറുർ റഹീം ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർദ്, വഹുവ അവൻ തന്നെയാണ്, അവനാകുന്നു, അല്ലദീ ജഅലക്കും നിങ്ങളെ നിശ്ചയിച്ചവൻ, നിങ്ങളെ ആക്കിയവൻ, ഖലായിഫൽ അർളി ഭൂമിയിലെ ഖലീഫമാർ, പ്രതിനിധി നിർത്തണ്ട്, ഭരണാധികാരി നിർത്തണ്ട്, പിൻഗാമി നിർത്തണ്ട് ഖലീഫ എന്നുള്ള വാക്കിന്. വറഫഅ ബഅലക്കും ഫൗഖ ബഅലിൻ നിങ്ങളിൽ ചിലരെക്കാൾ ഉയർത്തിയിട്ടുണ്ട്, അവൻ ഉയർത്തി, ദറജാത്തിൻ തട്ടുകൾ അല്ലെങ്കിൽ പദവികൾ, ലിയബ്ലുവക്കും അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടി, ബലാ, ഫീമാ ആതാക്കും അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതിൽ, ഇന്ന റബ്ബക നിശ്ചയമായും താങ്കളുടെ നാഥൻ റബ്ബ്, സരീഉൽ ഇഖാബ് ശിക്ഷയിലെ വേഗതയുള്ളവനാണ്, ശിക്ഷയുടെ കാര്യത്തിൽ വേഗത ഉള്ളവനാകുന്നു. വ ഇന്നഹു തീർച്ചയായും അവൻ ലഗഫൂറുർ റഹീം ഏറെ പൊറുക്കുന്നവനും കാരുണ്യമുള്ളവനുമാകുന്നു. സൂറയുടെ അവസാനം വരെ പഠിക്കാനും പറയാനും ഒക്കെ അള്ളാഹു അവസരം തന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. നമ്മുടെ പ്രിയപ്പെട്ട സൈനുദ്ദീൻ അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മളിൽ പലർക്കും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ പലർക്കും ചെറുതോ വലുതോ ഒക്കെ ആയിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, രോഗമുണ്ട്, മറ്റു പ്രയാസങ്ങൾ ഉണ്ട്. നമുക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗങ്ങളും പൂർണ്ണമായി ശിഫ നൽകുകയും നമുക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യും. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ അല്ലാഹു തആല എന്നും റഹ്മത്തും ബർക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോട് കൂടിയുള്ള മരണമാണ് നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോട് കൂടിയുള്ളൊരു മരണം ആയത് എപ്പോഴും നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. ഇസ്ലാം ഒരിക്കൽ സ്വീകരിച്ചു അല്ലെങ്കിൽ ഭാഗ്യവശാൽ നമുക്ക് കിട്ടി എന്നുള്ളത് കൊണ്ട് എല്ലായ്പ്പോഴും അത് നമ്മിൽ നിലകൊള്ളണം എന്നില്ല, അത് നിലനിർത്തി കിട്ടണം നമുക്ക്. അപ്പോൾ അതും നമ്മളെപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്യണം. അള്ളാഹ് മുഅ്മിനായി ജീവിക്കാൻ, മുസ്ലിമായി ജീവിക്കാൻ, അങ്ങനെ തന്നെ മരിക്കാനുള്ള തൗഫീഖ് അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുക. അള്ളാഹു നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. ചെറിയ വിധത്തിൽ നമുക്കൊന്ന് വിശദീകരിക്കാം.
വഹുവല്ലദീ ജഅല വഹുവ ഹുവാറിനെ നമുക്കറിയാലോ, അവൻ അത് എന്നൊക്കെയാണ് അതിന് അർത്ഥം. വ എന്ന് പറയുമ്പോൾ മുമ്പത്തെ വാചകത്തിലേക്ക് ചേർത്ത് പറയാം. അല്ലദീ എന്ന് പറഞ്ഞാൽ സില, എങ്ങനത്തവനാണ് നമ്മൾ പറയില്ലേ. വഹുവല്ലദീ അവൻ, അല്ലദീ എങ്ങനത്തവനാണ്, ജഅലക്കും നിങ്ങളെ അവൻ നിശ്ചയിച്ചു അല്ലെങ്കിൽ ആക്കി തീർത്തു. ഖലായിഫൽ അർളി, ഖലീഫ, ഖലീഫ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഖലായിഫ്. ഖുലഫാ എന്നും പറയും. അതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ വരുന്ന അർത്ഥമാണ് അള്ളാഹുവിൻ്റെ ഖലീഫമാർ, ഇസ്ലാമിലെ ഖലീഫമാർ, ഖുലഫാ ഉർ റാഷിദ, അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഭരണാധികാരികളായിരുന്ന ഖുലഫാകൾ, അത് ഖലീഫ എന്നതിൻ്റെ ബഹുവചനമാണ്. ഭരണാധികാരികൾ എന്നർത്ഥമുണ്ട്. അതേമാതിരി തന്നെ അർത്ഥമാണ് പ്രതിനിധി, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രാതിനിധ്യം നിർവഹിക്കുന്നവർ. അത് മനുഷ്യരാണ് ആവേണ്ടത്, മുസ്ലിമീങ്ങളാണ് അതായിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദുനിയാവിൽ ജീവിക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക. അതാണ് അള്ളാഹിൻ്റെ ഖലീഫമാരാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം. പിന്നെ അതിനർത്ഥം പിൻഗാമികൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കഴിഞ്ഞു പോയൊരു തലമുറയുടെ, കഴിഞ്ഞു പോയൊരു ജനവിഭാഗങ്ങളുടെ പിൻഗാമികളുമാണ്. അപ്പോൾ മൂന്നർത്ഥമെടുത്താലും അത് ഇവിടെ യോജിക്കുന്നതാണ്. ആ വാക്കിനോട് നീതി പുലർത്തുന്നതാണ് മൂന്നർത്ഥം. ഓരോ മനുഷ്യനും അവനവന് നൽകപ്പെട്ടിട്ടുള്ളതിൽ ഉത്തരവാദിത്വവും ഭരണാധികാരികളുമാണ്. നമുക്ക് സമ്പത്ത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സമ്പത്തിൻ്റെ കാര്യം അള്ളാഹുവിൻ്റെ സമ്പത്താണ്, അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ അവനത് കൈകാര്യം ചെയ്യുന്നവനാണ്. ഭരണമാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതെങ്കിൽ ഇസ്ലാമിലെ ഖലീഫമാരെ പോലെ അവർ ഭരണാധികാരികളാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു തലമുറയുടെ, കഴിഞ്ഞു പോയ തലമുറയുടെ പിൻഗാമികളുമാണ് എന്ന അർത്ഥത്തിൽ, മൂന്നർത്ഥത്തിലും ഈ ഖലായിഫ്, അത് ചിലപ്പോൾ ഖുലഫ എന്നും വരും. ഇത് സൂറത്ത് ഫാത്തിറിൽ വന്നിട്ടുണ്ട്, ഈ ഖലീഫ ഖുലഫ എന്നുള്ള വാക്ക്. സൂറത്ത് അൽ-ബഖറയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 30-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, ഇനി ജായിലും ഫിൽ അർളി ഖലീഫ, അടി വന്നിട്ടുണ്ട് ഈ വാക്ക്. അപ്പോൾ ഇവിടെ ഖലായിഫൽ അർളി, ഭൂമിയിലെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഭൂമിയിലെ ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭൂമിയിലെ അനന്തരമായി ജീവിക്കുന്നവർ, അനന്തരമായി വന്നവർ. ഈ മൂന്നർത്ഥവും നമുക്ക് ഈ പദത്തിന് ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. പണ്ഡിതന്മാർ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ട്. വ റഫഅ ബഅലക്കും ഫൗഖ ബഅൽ, നിങ്ങളിൽ ചിലരെ, വ റഫഅ അവൻ ഉയർത്തുകയും ചെയ്തു, ബഅലക്കും നിങ്ങളിൽ ചിലരെ. ബഅൽ പറഞ്ഞാൽ എല്ലാവരും അല്ല, ചിലർ. ബഅൽ കുല്ല് അങ്ങനെ പറയാം. കുല്ല് പറഞ്ഞാൽ മുഴുവൻ, ബഅൽ പറഞ്ഞാൽ ചിലത്. ഫൗഖ ബഅലിൻ ചിലരുടെ മീതെ. അത് ഏതർത്ഥത്തിൽ എടുത്തു നോക്കിയാൽ പദവിയുടെ കാര്യത്തിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, എന്തൊക്കെയാണ് അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ബുദ്ധിയുടെ കാര്യത്തിൽ. എല്ലാവരും ഒരേമാതിരിയല്ല. ചിലർ അതിബുദ്ധിമാന്മാരും ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരുമൊക്കെയാണ്. ചില ആൾക്കാർ ബുദ്ധിപരമായി വളരെ പിന്നിലാണ്. ചില ആൾക്കാർ വലിയ പണ്ഡിതന്മാരാണ്, ചില ആളുകൾ പാമരന്മാരാണ്, ചില ആൾക്കാർ വലിയ വ്യാപാരികളാണ്, വ്യവസായികളാണ്, ചില ആൾക്കാർ കർഷകരാണ്, ചില ആൾക്കാർ കർഷക തൊഴിലാളികളാണ്, ചില ആൾക്കാർ ഒരുപാട് ആയിരങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന തൊഴിൽ ദാതാക്കളാണ്. മറ്റു സാധാരണക്കാർ അദ്ദേഹത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ആ കമ്പനിയുടെ കീഴിൽ തൊഴിലെടുക്കുന്നവരാണ്. അതിൽ തന്നെ ഉയർന്ന ഉദ്യോഗം വഹിക്കുന്ന ആൾക്കാർ, അതിൽ തന്നെ ഏറ്റവും താഴേക്കിടയിലുള്ള, അത് നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണല്ലോ, ലോകത്ത് മുഴുവൻ ഇങ്ങനെ. ഇതിൻ്റെ ഹിക്മത്ത്, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയായി, അവനെപ്പോലെയല്ലേ ഞാൻ ആവേണ്ടത്, എന്തുകൊണ്ട് ഞാൻ ഭരണാധികാരി ആയില്ല, എന്തുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രി ആയില്ല, എന്തുകൊണ്ട് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായില്ല, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ സാധാരണക്കാരനായി, തൊഴിലാളിയായി, എന്തുകൊണ്ട് ഞാൻ രോഗിയായി, അവൻ ആരോഗ്യവാൻ, ഞാൻ. ഇതിൻ്റെ ഒന്നും ഹിക്മത്ത് നമുക്കറിയില്ല. ഇതൊക്കെ അള്ളാഹ്ക്കാണ് അറിയാം. ആര് ഏത് തരത്തിലാകണം, അതെന്തുകൊണ്ട് എന്നുള്ളത് പൂർണ്ണമായും അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും അവൻ്റെ യുക്തിയുടെയും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർക്ക് ആർക്കും അതിലൊരു പങ്കുമില്ല, നമുക്കറിയാം. അപ്പോൾ വ റഫഅ ബഅലക്കും, നിങ്ങൾ ചിലരെ അവൻ ഉയർത്തിയിട്ടുണ്ട്, ഫൗഖ ബഅലിൻ ചിലരെക്കാൾ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസം? എന്താ എല്ലാവരും ഒരേപോലെ ആയാൽ പോരായിരുന്നോ? ലിയബ്ലുവക്കും, അത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ സമ്പത്ത്, പണം ആവശ്യമില്ലാത്തവർ എന്ന് വെച്ചാൽ ഇപ്പം ആവശ്യത്തിനും അതിലധികവും വരുമാനവും സമ്പത്തും കൈവശമുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം എനിക്ക് പൈസ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്.
നമ്മുടെ ഈ കൊച്ചു പെരുമ്പലത്ത് പോലും ഉണ്ട് എനിക്ക് പൈസ ആവശ്യം എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ളതിലധികം എൻ്റെ ബാങ്ക് അക്കൗണ്ടിലും എൻ്റെ മേശവലിപ്പിലുമുണ്ട്. ഓരോ മാസവും എനിക്ക് ആവശ്യമുള്ളതിലധികം വരുന്നുണ്ട്. എനിക്ക് പൈസൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് വൈകുന്നേരം എൻ്റെ കുട്ടികൾക്ക് എങ്ങനെയാണ് പടച്ചോനെ ചോറും കൂട്ടാനും എന്താണ് അതിനൊരു മാർഗം എന്ന് ആലോചിക്കുന്നവരുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, എങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് വരും എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ അറിവിൻ്റെയും ഹിക്മത്തിൻ്റെയും ഇപ്പം ലിയബുലുവക്കും എന്നാണ് നമുക്കതിന് ലഭ്യമാകുന്ന മറുപടി. നിങ്ങളെ പരീക്ഷിക്കുന്നതിന്, എനിക്ക് നൽകപ്പെട്ടതിൽ ഞാൻ പരീക്ഷിക്കപ്പെടുന്നു, എനിക്ക് നൽകപ്പെടാത്തതിലും അതിനെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാട് അതും പരീക്ഷണമാണ്. ലിയബുലുവക്കും ഇത് ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണല്ലോ. ലിയബുലുവക്കും നിങ്ങളെ പരീക്ഷിക്കാൻ. ഫീമ ആത്താക്കും അവൻ നിങ്ങൾക്ക് നൽകിയതിൽ, എനിക്ക് നൽകിയതിലേ എന്നെ പരീക്ഷിക്കൂ, എൻ്റെ കഴിവിലേ എന്നെ പരീക്ഷിക്കൂ. അപ്പോൾ നിങ്ങൾ ആത്താറിന് നൽകിയെന്ന ഫീമ ആത്താ അവൻ നൽകിയതിൽ നിങ്ങൾക്ക്, അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളെ വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാർ പദവികളിൽ വ്യത്യാസമുള്ളവരാക്കിയിരിക്കുന്നത്. ഇന്ന റബ്ബക നിന്റെ റബ്ബ് ശരീഉൽ ഇഖാബ്, സുർഅത്ത് എന്ന വേഗത എന്ന, ശരീഅ എന്ന വേഗതയുള്ളവൻ, ഇഖാബ് എന്ന ആഖിബത്ത് എന്നുള്ള ഇതുണ്ടാകുന്നതാണ് ശിക്ഷ, പര്യവസാനം എന്നതിനർത്ഥം. ആഖിബത്ത് അറിയുമ്പോൾ വൈലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, കാര്യങ്ങളൊക്കെ മടങ്ങുക, പര്യവസാനം അവനിലേക്കാണ്. ഇവിടെ വേഗം ശിക്ഷിക്കപ്പെടും. അപ്പോൾ ശിക്ഷ വളരെ വിദൂരതയിലാണ് എന്നുള്ളത് കൊണ്ട് നിർഭയരാകേണ്ടതില്ല. ശിക്ഷ എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതിവേഗം പെട്ടെന്ന് മരണത്തോടു കൂടി പരലോക ശിക്ഷ അല്ലെങ്കിൽ പരലോക രക്ഷ ആരംഭിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളണം. അത് എപ്പോൾ വരണം നമുക്കറിയില്ല. നമ്മൾ ഇനിയും ഒരുപാട് കാലമുണ്ടെന്ന് ധരിച്ചതാണ്. നമ്മുടെ എല്ലാവരുടെയും സുഹൃത്തായിരുന്ന സൈനുദ്ദീനും അങ്ങനെ തന്നെയല്ലേ? രോഗിയായപ്പോൾ നമ്മൾ ആരെങ്കിലും എത്ര പെട്ടെന്ന് മരണപ്പെടുന്നു. നമ്മൾ രോഗം വരും എന്നാണ് പ്രതീക്ഷിച്ചത്. ഇങ്ങനെ വളരെ യാദൃച്ഛികമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹ് അദ്ദേഹത്തിന് ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകണേ, കുറ്റങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ. ഇതന്നല്ലേ ഇന്നിൻ്റെ അവസ്ഥ. നമുക്കെന്താ രോഗം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കണേ നമുക്കറിയില്ലല്ലോ. എത്ര ഗുരുതരമായിട്ടാണ് ചെറുപ്പക്കാരായ ആൾക്കാർ തളർന്നു വീണപ്പോൾ PT സലാഹുദ്ദീൻ അള്ളാഹു തആല ഷിഫ നൽകട്ടെ, ഒരേ കിടപ്പാണ്, നമ്മളുടെ ഒക്കെ സുഹൃത്താണ്, വളരെ അടുപ്പമുള്ള. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള ആരോഗ്യം, അള്ളാഹു തആല നമുക്ക് നൽകിയിട്ടുള്ള സൗകര്യം, ഇതൊന്നും മറന്നുകൊണ്ടാവരുത് നമ്മുടെ ജീവിത നിലപാടുകളും പെരുമാറ്റങ്ങളും സ്വഭാവങ്ങളും. ഇന്ന റബ്ബക സരീഉൽ ഇഖാബ് അവൻ വളരെ വേഗം ശിക്ഷിക്കുന്നവനാകുന്നു. അത് മരണത്തോടു കൂടി ആരംഭിക്കും. എല്ലാവരെയും കോടിക്കണക്കിന് ആൾക്കാർ ഒരേ സമയത്ത് വിചാരണ നടത്തി അവൻ ശിക്ഷിക്കും. അല്ലാഹു തആല അവൻ്റെ വിചാരണയിൽ, കടുത്ത വിചാരണയിൽ നമ്മളെയൊക്കെ കാക്കട്ടെ. വഇന്നഹു ലഗഫൂർ തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയുമാണ്. എന്നോട് അർത്ഥം പറഞ്ഞു നിർത്താം. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് സൂറത്തുൽ അൻആം പഠിക്കാനും അത് വിശദീകരിക്കാനുള്ള അവസരങ്ങൾക്ക് എല്ലാവർക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല അവസരം തന്നിരിക്കുകയാണ്. അല്ലാഹു നാഥ ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി നീ സ്വീകരിക്കുമാറാകണം. വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർദ് അവനാണ് ഭൂമിയിൽ നിങ്ങളെ പ്രതിനിധികളാക്കിയത്, അല്ലെങ്കിൽ പിൻഗാമികളാക്കിയത്, അല്ലെങ്കിൽ ഭരണാധികാരികളാക്കിയത്. വറഫഅ ബഅലക്കും ഫൗഖ ബഅൽ നിങ്ങളിൽ ചിലരെക്കാൾ പദവികൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ലിയബ്ലുവക്കും അവൻ നിങ്ങളെ പരീക്ഷിക്കുന്നതിനായി. ഫീമ ആത്താക്കും അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യത്തിൽ, ഫീമ ഒരു കാര്യത്തിൽ, ആത്താക്കും അവൻ നിങ്ങൾക്കത് നൽകിയിട്ടുണ്ട് അക്കാര്യത്തിൽ. എന്ന റബ്ബക്ക തീർച്ചയായും താങ്കളുടെ റബ്ബ് രക്ഷിതാവ് ശരീഉൽ ഇഖാബ് ശിക്ഷയിൽ വേഗതയുള്ളവനാണ്. വഇന്നഹു ലഗഫൂറുർ റഹീം അവൻ ഏറെ പൊറുക്കുന്നവരും കരുണയുള്ളവനുമാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഖുർആൻ പറയുന്നത് പഠിക്കുന്നത് സ്വാലിഹായ അമലായി നമ്മൾ രേഖപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹ് എന്നും ഖുർആൻ പഠിക്കുവാനും ഖുർആൻ അനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ നീ തുണക്കുമാറാകണേ. അള്ളാഹ് ആ വിഷയത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ന്യൂനതകളുമൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.